ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടൊരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കിയാലോ? വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യാം. അപ്പം ഞാൻ പൊട്ടാറ്റോ, കോളിഫ്ലവർ, ക്യാരറ്റ് അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വേവിക്കാനും വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു സവോള നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു 3 പച്ചമുളക് നെടുകെ കീറിയത്, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം മീഡിയം സൈസ് ഇഞ്ചി. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 നുള്ള് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ള ആ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഒരു 5 മിനിറ്റ് അതിൽ വഴറ്റി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്യുന്നുണ്ട്. വെജിറ്റബിൾസ് കുക്കാവുന്ന ടൈം കൊണ്ട് അതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ നാളികേരം, വളരെ കുറച്ച് മാത്രം പൊട്ടുകടലയും ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് നന്നായി കുക്കായി കഴിഞ്ഞാൽ ഈ അരപ്പ് അതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂവിക്കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റിൽ കുറുമക്കറി റെഡി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് സെർവ് ചെയ്യാം. ആപ്പത്തിൻ്റെ ഒപ്പോ ചപ്പാത്തിയുടെ ഒപ്പോ നൂലപ്പത്തിൻ്റെ ഒപ്പോ കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾക്ക് ഇന്ന് നൂലപ്പവും കുറുമക്കറിയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്